നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരും. കാരണം ചട്ടങ്ങൾ പാലിക്കാതെ കമ്പനി അടച്ചുപൂട്ടിയതിന് പിഴ ചുമത്തിയതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 2021 ഫെബ്രുവരിയിലാണ് ഇതിനടിസ്ഥാനമായ നടപടി. കമ്പനികാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെയായിരുന്നു കമ്പനി ഉൾപ്പെടെയുള്ള ചട്ടങ്ങൾ പാലിക്കാതെ എക്സാലോജിക് അടച്ചുപൂട്ടിയത്. ഇത് കോർപ്പറേറ്റ് കാര്യാലയത്തിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇത് സംബന്ധിച്ച് എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ വഴി പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസമാണ് വീണയുടെ കമ്പനിക്കെതിരെ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതിൽ രാഷ്ട്രീയ വിവാദം കത്തി നിൽക്കുന്നതിനെ തുടർന്ന് എക്സാലോജിക്കിനെതിരെ മുൻപും അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. 2019-20 കാലഘട്ടത്തിൽ വീണയുടെ കമ്പനി 17 ലക്ഷം രൂപയുടെ നഷ്ടത്തിലായിരുന്നു എന്നും 2020 കമ്പനി അടച്ചുപൂട്ടുന്നതിന് വരെ 7 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നും അന്ന് എക്സാലോജിക് വിശദീകരണം നൽകിയതാണ്. എന്നാൽ 2 ലക്ഷം രൂപ പിഴത്തുക അടച്ചോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കോവിഡ് സമയത്ത് അടച്ചുപൂട്ടുകയായിരുന്നു എന്നതാണ് എക്സാലോജിക് വിശദീകരിക്കുന്നത്. എന്നാൽ കോവിഡ് സമയത്ത് IT കമ്പനികൾക്ക് വർക്ക് ഫ്രം ഹോം അടക്കം നൽകി ഇളവ് നൽകിയതാണ് എന്നും കമ്പനി അടച്ചുപൂട്ടിയിട്ടില്ല എന്ന വിവരങ്ങളും പുറത്തു വന്നു. അതേസമയം കേസ് കേന്ദ്രം ഏറ്റെടുത്തതിന് പിന്നാലെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്ന ക്യാപ്സ്യൂളുമായാണ് CPM പ്രതികരിക്കുന്നത്. കേസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ അവഗണിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നു. വീണ വിജയൻ എന്ന വ്യക്തിയെയല്ല കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് CPMന്റെ ക്യാപ്സ്യൂൾ. അതുവഴി മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും ആണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നു. എന്നാൽ നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നതെന്നാണ് BJPയുടെ പക്ഷം. എന്നാൽ കേസ് കേന്ദ്രം ഏറ്റെടുത്തതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസോ ഇതിൽ പ്രത്യേകമായി പ്രതികരണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അതിനിടെ കേസ് അന്തരിച്ച മുൻ CPM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജുമാണ് വീണയ്ക്കെതിരെയുള്ള കേസിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന ആരോപണം പുറത്തു വന്നു. ഇത് പിണറായിയുടെ അടുപ്പക്കാരുണ്ടാക്കിയ ആരോപണമാണ്. ഈ ഒരു കേസിൽ തങ്ങൾ ഒരു ഫോൺ കോൾ പോലും നടത്തിയിട്ടില്ല എന്നും ഈ കേസ് തങ്ങളുടെ സൗഹൃദവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഷോൺ ജോർജ് പ്രതികരിക്കുന്നു. എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തേണ്ടിടത്തൊക്കെ താൻ എത്തിക്കുമെന്നും ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ തനിക്ക് അതിന് വേണ്ട എന്നും താൻ തേടിയിട്ടില്ല എന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. ഈ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ ഇനി എന്തും സംഭവിക്കാമെന്നും തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ പോലും താൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതിനുവേണ്ടി 5 പേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.